ഹായ് എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കണ്ണിലസുഖത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, വേനൽക്കാലത്ത് ഒരുപാട് അസുഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു അസുഖമാണ് കണ്ണിലസുഖം. അപ്പോൾ ഈ കണ്ണിലസുഖം എന്ന് പറയുന്നത് പ്രത്യേകം കൂടുതൽ ഈ ചൂട് സമയത്താണ് കണ്ടുവരുന്നത്. ഇതിപ്പം ആ, രണ്ട് തരത്തിലുള്ള കണ്ണസുഖമാണുള്ളത്. ഒന്ന് നോർമലായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പടരുന്നത്, ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാത്രം. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ നമുക്കറിയാവുന്ന പോലെ കണ്ണിലസുഖം വന്ന ഒരാളെ നോക്കിയാൽ മറ്റൊരാൾക്ക് പകരുക എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇച്ചിരി കൂടിയ ഒരു ഐറ്റമാണ്. അതെന്ന് വെച്ചാൽ അത് മറ്റുള്ളവരുടെ സമ്പർക്കത്തിലൂടെ നമുക്ക് കൂടുതൽ അത് പകരാനും അത് കൂടുതൽ ദിവസങ്ങളല്ല, ഒന്ന് രണ്ടാഴ്ചയോളം അത് തുടരാനും സാധ്യതയുണ്ട്. ഇതെന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് കണ്ണിലൊരു കരടോ എന്തേലും അങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം പിന്നെ കണ്ണ് പതുക്കെ ചുമക്കാൻ തുടങ്ങും, പിന്നെ കണ്ണിലൂടെ വെള്ളം വരാൻ തുടങ്ങും, കൺപീള അടയാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ കണ്ണിലസുഖത്തിൻ്റെ കൂടുതൽ ലക്ഷണങ്ങളും കൂടുതൽ ഇതും വരുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട പ്രിക്കോഷൻസ് നേരത്തെ എടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ കണ്ണിന് ഈ ചൂട് കാലം ആയതുകൊണ്ട് എപ്പോഴും നമ്മുടെ ശരീരമൊക്കെ ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, കൂടുതൽ അത് കണ്ണിൽ അവിടെ ഐസൊക്കെ വെച്ച് തണുപ്പിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് തന്നെ എന്നെ നോക്കിയാൽ അറിയാം, എനിക്ക് തന്നെ കണ്ണിലസുഖമാണ്. ഇപ്പോൾ ഒരാൾ കുടുംബത്തിൽ വന്നാൽ അവർ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന അതേ വന്ന ആൾ ഉപയോഗിക്കുന്ന തുണികൾ, അല്ലെങ്കിൽ നമ്മളിപ്പം കുളിച്ചിട്ട് ഉപയോഗിക്കുന്ന തോർത്ത്, അതുവഴി പകരാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഇപ്പം ഞാൻ തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രണ്ട് മെഡിസിനാണ് കൂടുതലായിട്ടും ഇത് പ്രിഫർ ചെയ്തത് ഡോക്ടർ. അതിൽ ഒന്നാമത്തത് ഇതാണ്. ഇത് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ആദ്യം കണ്ണിൽ ഒഴിക്കേണ്ടതാണ്. ഇതാദ്യം കണ്ണിൽ ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ ഒരു മെഡിസിൻ തന്നിട്ടുണ്ട്. ഇതാണ്. അപ്പം ഇതിലും കൂടിയത്, ഇപ്പം സപ്പോസ് വിചാരിച്ചു, ഇപ്പം കൂടിയവരുണ്ടല്ലോ, കൂടുതലായിട്ട് വന്ന് ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി, അല്ലെങ്കിൽ ഒരുപാട് ദിവസമായിട്ട് ഒരു കുറവും മാറ്റവും ഒന്നും ഇല്ലാതെ അവർക്ക് വേണ്ടി ഒരു ഓയിൽമെൻറ്റ് കൂടി തന്നിട്ടുണ്ട്. അതിതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, കൂടുതലും നമ്മൾ ശരീരം ചൂടാകാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പം മഴയൊക്കെ വന്ന് തുടങ്ങി, എന്നാലും ഈ മാസം ലാസ്റ്റ് അല്ല അടുത്ത മാസം ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ മഴ കൂടുതലായി വന്ന് ചൂടൊക്കെ ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ നേരത്തെ തന്നെ മുൻകരുതൽ എടുക്കുക, അത് വളരെ നല്ലതായിരിക്കും.